ഇനി നമുക്ക് പാണ്ടാസ് വെച്ചിട്ട് നമുക്ക് വേരിയസ് ഡേറ്റ സോഴ്സ് പല ഡേറ്റാസ് എങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യാമെന്ന് നോക്കാം. അതിലൊന്ന് നമുക്ക് ജേസൺ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇപ്പോൾ ഒരു ജേസൺ ഡേറ്റയാണ് കിട്ടുന്നെങ്കിൽ ഈ പാണ്ടാസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈ ജേസണിനെ നമുക്കൊരു ഡേറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പം ഞാനിവിടെ ഒരു സാമ്പിൾ ഒരു ജേസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഡേറ്റ എന്ന് പറയുന്ന വേരിയബിളിനകത്താണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാണ്ടാസ് ഇമ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്ട്രിങ് IO എന്ന് പറയുന്നത് IO മൊഡ്യൂളിനകത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അത് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ നമ്മളൊരു സാമ്പിൾ ജേസൺ ഡേറ്റ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് ഈ ഒരു ജേസൺ സ്ട്രക്ചർ വെച്ചിട്ട് എനിക്ക് ഒരു ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കണം. ഓക്കെ, അപ്പം ഞാനിവിടെ DF = ഞാനിവിടെ PD ഡോട്ട് നമുക്ക് റീഡിനകത്ത് നമുക്ക് പല ഫോർമാറ്റ്സ് ഉണ്ട്. CSV, XL, HDF, HTML, JSON. അതിൽ നമ്മൾ JSON ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, JSON എടുത്തു. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ സ്ട്രിങ് IO. ഓക്കെ, സ്ട്രിങ് IO നമ്മളിവിടെ ഡേറ്റ എടുക്കും. ബിക്കോസ് ഡേറ്റ ഇരിക്കുന്നത് ഇവിടുത്തെ JSON എന്ന് പറയുന്നത് സ്ട്രിങ് ആണ്. സോ നമ്മളിവിടെ സ്ട്രിങ് ആയതുകൊണ്ട് നമ്മളിവിടെ സ്ട്രിങ് IO മൊഡ്യൂളിനകത്ത് നമ്മളിവിടെ ഡേറ്റ ഇവിടെ പാസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് കോമ നമ്മളിവിടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ടൈപ്പ് പറയാനായിട്ട് നമ്മളിവിടെ സീരീസ് ആയിരിക്കും കൊടുക്കുന്നത്. ബിക്കോസ് നമുക്ക് സീരീസ് ഉള്ള ഫോർമാറ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ DF എന്ന് പറയുന്ന വേരിയബിളിനകത്തോട്ട് ഞാനിവിടെ സെറ്റ് ചെയ്തു. ഞാനിവിടെ പ്ലേ ചെയ്ത് നോക്കിയാൽ ഓക്കെ ആണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിവിടെ വേരിയബിൾ _DF ഇപ്പോൾ തൽക്കാലം അങ്ങനെ കൊടുക്കാം. ഓക്കെ, _DFനകത്ത് ഞാനിവിടെ എന്ത് ചെയ്യും? ഞാനിവിടെ PD ഡോട്ട് ഡേറ്റ ഫ്രെയിം, അതിനകത്ത് ഞാൻ ഈ ഒരു DF ഉണ്ടല്ലോ, ഈ DF ഞാനിവിടെ സ്ക്വയർ ബ്രാക്കറ്റിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പം ഞാനിവിടെ _DF കൊടുക്കുവാണെങ്കിൽ പ്ലേ ചെയ്താൽ എനിക്കിവിടെ ഡേറ്റ ഫ്രെയിമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ID, നെയിം, ഏജ് ഇതൊക്കെ കോളം നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ജേസണിലെ കീ വാല്യൂ ആണ്. ഓക്കെ, ഇവിടെ ID, നെയിം, ഏജ് എന്നൊക്കെ പറയുന്നത് കീ ആണ്. പിന്നെ വരുന്ന കോളമിലെ വാല്യൂസ് വരുന്നത് നമ്മുടെ ഈ ഒരു ജേസണിന്റെ വാല്യൂസ് ആണ് വരുന്നത്. ഇപ്പോൾ ID എന്ന് പറയുന്നത് 1, നെയിം എന്ന് പറയുന്നത് ആലിസൺ ജോൺസൺ, ഏജ് 20. ഓക്കെ, അപ്പം നമുക്കിവിടെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 0 എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്, അതായത് 0th റോ, അതായത് ഫസ്റ്റ് റോ എന്ന് പറയുന്ന അതിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അപ്പം ഞാൻ ഈ ഒരു _DF എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ഡേറ്റ ഫ്രെയിമിനെ എനിക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്ക് തിരിച്ച് ജേസണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ ജേസണിൽ മാത്രമല്ല, നമുക്ക് CSV, XL അങ്ങനെ നമുക്ക് കിട്ടുന്ന ഡേറ്റ ഫ്രെയിമിനെ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ ജേസണിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ JSON ഒബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇരിക്കുന്ന ഡേറ്റ ഫ്രെയിമിനെ എന്ത് ചെയ്ത് ഞാനിവിടെ ജേസണിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ ജേസണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ID എന്ന് പറയുന്നത് നമ്മുടെ കോളം നെയിമാണ് ID. അതിൽ നമ്മൾ ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്തുള്ള വാല്യൂ 0 എന്ന് പറഞ്ഞ് ഈ ഡബിൾ കോട്ട്സിനകത്തൊരു 0 ഉണ്ടോ? അതെന്ന് വെച്ചാൽ ഈ ഒരു 0th ഇൻഡെക്സിലുള്ള വാല്യൂ. ഓക്കെ, 0th ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ കീ ആയിട്ട് എടുക്കും, അതിൻ്റെ വാല്യൂ 1. അടുത്തത് നെയിം എന്ന് പറയുന്ന കോളം നെയിം എടുക്കും. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതും ഒരു കീ വാല്യൂ പെയറാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വാല്യൂസ്, അതായത് നമ്മുടെ ജേസണിലെ വാല്യൂസ് എല്ലാം ഒരു കീ വാല്യൂ ഡിക്ഷണറി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നെയിം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡിക്ഷണറിയാണ്. അതിൻ്റെ കീ എന്ന് പറയുന്നത് 0, അതായത് 0th ഇൻഡെക്സിലുള്ള നെയിം കോളമിൻ്റെ വാല്യൂ. ഓക്കെ, അതാണ് ഇവിടെ നമുക്കിവിടെ എഴുതിക്കണം. അതുപോലെ ഏജ് എടുത്ത് നോക്കിയാലും അവിടെയും ഒരു ഡിക്ഷണറി ആണ് കിട്ടുന്നത്. നമുക്കവിടെ കീ എന്ന് പറയുന്നത് 0യും വാല്യൂ എന്ന് പറയുന്നത് ഏജിൻ്റെ കോളം വാല്യൂ ആണ് എടുക്കുന്നത് 20. പക്ഷെ നമ്മൾ ഈ കൊടുത്ത സാധനം, അതായത് നമ്മളിപ്പോൾ ഈ ഒരു സാമ്പിൾ കൊടുത്തതില്ലേ, അതല്ല നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ നമുക്ക് ഓറിയൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവിടെ ഓറിയൻറ്റിൻ്റെ ഡീഫോൾട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇൻഡെക്സ് ആയതുകൊണ്ട് നമ്മളുടെ ഇൻഡെക്സ് വാല്യൂ വെച്ചുള്ള പെയർ ആയിരിക്കും വരുന്നത്. അതായത് ഡിക്ഷണറി
അതായത് കീ വാല്യൂ പെയർ. ഓക്കെ, ഡിക്ഷണറി ആയി ഉള്ള വാല്യൂ ആയിട്ടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം നമുക്കിവിടെ ടു ജേസണിനകത്ത് നമുക്കിവിടെ ഓറിയൻ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉണ്ട്. അപ്പം ഞാനിവിടെ ഇൻഡെക്സ് കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ഇൻഡെക്സ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്താ വന്നേ? നമുക്ക് ഇവിടെ ഇൻഡെക്സിനകത്ത് നമ്മളിവിടെ 0 എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡീഫോൾട്ട് ഇൻഡെക്സ് അല്ല വരുന്നത്. ഇവിടെ നമ്മൾ ഒരു ഓറിയന്റേഷൻ ഒന്നും കൊടുത്തില്ലെങ്കിൽ നമുക്ക് മറ്റേതായിരിക്കും വരുന്നത്, അതായത് കീ വാല്യൂ പെയർ ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കുണ്ടോ, ഇവിടെ 0th ഇൻഡെക്സ്, 0 എന്ന് പറയുന്ന ഇൻഡെക്സ് അതിനകത്തുള്ള വാല്യൂ എടുത്ത് വെക്കും. അതായത് ഇതാണ് നമ്മുടെ ജേസൺ വാല്യൂ ഒബ്ജക്റ്റ്. ഓക്കെ, ഇത്രയും ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ഒരു കൊടുത്ത വാല്യൂ വരുന്നത്. അത് കാരണം ഓറിയന്റ് ഇസിക്കൽ ടു ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 0th ഇൻഡെക്സിനകത്തുള്ള ജേസൺ ഒബ്ജക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇനി ഇൻഡെക്സ് മാറ്റിയിട്ട് നമുക്ക് അല്ലാതെ ഉണ്ട്, നമുക്ക് റെക്കോർഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റെക്കോർഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു അറയ്ക്കകത്തൊരു ജേസൺ ഒബ്ജക്റ്റ് കാണും. ഓക്കെ, ഇതാണ് നമ്മൾ ശരിക്കും നമ്മളൊരു ഈ ഒരു ഡേറ്റ വെച്ചിട്ടായിരിക്കും നമ്മൾ ഫ്രണ്ട് എൻഡിൽ അല്ലെങ്കിൽ API സൈഡിലൊക്കെ നമ്മൾ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് നമുക്കൊരു ഡേറ്റ ഫ്രെയിം കാണും, ആ ഡേറ്റ ഫ്രെയിമിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ജേസൺ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ ജേസൺ ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ജേസൺ ഒബ്ജക്റ്റ് കൺവേർട്ട് ചെയ്യുന്നത് to_JSON-ലായിരിക്കും. അതിനകത്ത് നമ്മൾ ഓറിയന്റ് പറഞ്ഞു കൊടുക്കും. ഓറിയന്റ് ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമുക്ക് മറ്റേ കീ വാല്യൂവിനകത്ത് വാല്യൂ ഒരു ഡിക്ഷണറി പെയർ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതിൽ 2JSON-നകത്ത് നമ്മൾ ഇപ്പോൾ ഒരു ഓറിയന്റ് ഇസിക്കൽ ടു റെക്കോർഡ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു അറേ ഒബ്ജക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അറേക്കകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ജേസൺ ഒബ്ജക്റ്റ്, ഇതിപ്പോൾ ഞാനൊരു സിംഗിൾ ജേസൺ ആണ് കൊടുത്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ജേസൺ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് വരും. സോ ഈ ഒരു സാധനമായിരിക്കും നമ്മളിപ്പോൾ ഒരു API സൈഡിൽ, ഇപ്പോൾ ബാക്ക് എൻഡിൽ നമ്മൾ ഇതിവിടെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം എടുത്ത് നമ്മൾ API ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അതായത് നമ്മൾ ബാക്ക് എൻഡിനകത്തിട്ട് ഈ ഒരു അറേ ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം, അതായത് റെസ്പോൺസ് ആയിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഒരു ജേസൺ ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡേറ്റ ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ CSV വെച്ചിട്ടാണ് ചെയ്തത്, അതുപോലെ നമുക്ക് എക്സലിലും അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ ജേസൺ വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ജേസൺ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഒരു ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കി. ഇനി അടുത്ത നമുക്കൊരു URL നിന്ന് റീഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് അതിനെ ഡേറ്റ ഫ്രെയിമിലോട്ട് ആക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു URL എന്ന് പറഞ്ഞൊരു വേരിയബിളിനകത്തൊരു ലിങ്ക് ആഡ് ചെയ്യണം. ഇപ്പം ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് SRKയുടെ ഫിലിമോഗ്രഫിയുടെ ഒരു വെബ് പേജാണ്. ഈ വെബ് പേജ് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതിനെ വെച്ച് പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു URL ഉണ്ട്. ഇനി ആ URL-നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഒരു ടേബിളൊക്കെ ഉണ്ട്. ഓക്കെ, ഫിലിംസിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടേബിൾസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അത് നമുക്ക് അതിനകത്ത് റീഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ dfpd ഡോട്ട് നമ്മളിവിടെ URL ആയതുകൊണ്ട് നമുക്കിവിടെ read_HTML എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിലായിരിക്കും നമ്മളിവിടെ URL പാസ് ചെയ്ത് കൊടുക്കുക ഈ ഫംഗ്ഷനകത്ത്. എന്നിട്ട് നമ്മൾ പ്ലേ അടിക്കുമ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു ഡിപ്പെൻഡൻസി നമുക്കിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നമുക്കൊരു ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം, LXML. എനിക്ക് തോന്നുന്നു ഇത് കുറേ 2-3 ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് പിപ്പ് ഇൻസ്റ്റാൾ LXML എടുത്ത് നോക്കിയാൽ LXML നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതവിടെ റൺ ആയിട്ടുണ്ട്. ഓക്കെ, ഈ DF എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടേബിൾ പോലെ ഇതിവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ആക്ച്വലി ഒരു നമുക്കിവിടെ ടേബിൾസ് ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഇതാണ് എടുത്തുകൊണ്ട് വരുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു മാച്ച് എന്ന് പറഞ്ഞ ഒരു സംഭവം കൊടുക്കാം. അതായത് മാച്ച് = എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ടേബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഒരു നെയിം നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇവിടെ കീ ഉണ്ട്, ഇവിടെ ഹിയർ നോട്ട്സ് ഉണ്ട്, ടൈറ്റിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ പെർഫോമർ എന്ന് പറഞ്ഞൊരു വേർഡ് നമുക്കിവിടെ എടുക്കാം. പെർഫോമർ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ഈ ഒരു ടേബിളിന്റെ ഓക്കെ ഈ ഒരു ടേബിളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, പെർഫോമർ എന്ന് പറയുന്ന ഒരു യുണീക്ക് വേർഡാണ്. ബിക്കോസ് നമുക്കിവിടെ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കോളം നെയിം യൂസ് ചെയ്യുന്നത് നമുക്ക് അത് മാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ടൈറ്റിൽ നമുക്ക് ഇഷ്ടം പോലെ വരും. ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് 99 റോസ് ഇൻറ്റു 5 കോളംസ്. ഓക്കെ, ഇത് ആക്ച്വലി DF(0). നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ടേബിൾ ആണ് ഇത് എടുക്കുന്നത്. ഓക്കെ, ഈ ടൈറ്റിൽ വെച്ചുള്ള ടേബിൾ. ഇനി ഇവിടെ നോക്കിയാൽ ടൈറ്റിൽ വെച്ചുള്ള ഒരു സംഭവം നമുക്ക് ഇവിടെ കിട്ടി. അതായത് ഇത് ഫിലിമിന്റെ ആണ് റെഫറൻസ്. ഓക്കെ, അതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ യുണീക്ക് ആയിട്ടുള്ള നെയിമാണ് ഞാനിവിടെ കൊടുത്തത്. പെർഫോമർ അല്ലെങ്കിൽ ഇയർ കൊടുത്തു കഴിഞ്ഞാൽ DF(0). നേരത്തെ DF(0) ആയിരുന്നു. DF(1) എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേബിൾ ആയിരിക്കും വരുന്നത്. അതായത് ഈ ഫിലിംസ് നമ്മൾ (0) കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫീച്ചർ ഫിലിംസ് ആദ്യത്തെ ടേബിൾ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ടേബിൾ എന്ന് പറയുന്നത് ഇതിന്റെ ടെലിവിഷന്റെ ടേബിൾ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ആസ് ഹോസ്റ്റും നമുക്ക് അടുത്തത് കാണിക്കാം. അടുത്ത നമുക്ക് 2 കൊടുത്താൽ മൂന്നാമത്തെ ടേബിൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അതല്ല നമുക്ക് എല്ലാം ടേബിൾ കാണിക്കേണ്ട, ഈ ഒറ്റ ടേബിൾ മാത്രം കാണിച്ചാൽ മതിയെങ്കിൽ അതിന്റെ യുണീക്ക് നെയിം ആയിട്ട് ഈ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കോളം നെയിം മാത്രം യൂസ് ചെയ്യുന്നത് മാച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, ആ ഒറ്റ കോളം നെയിം ഉള്ള ടേബിൾ വല്ല ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ മാച്ച് കീവേഡിനകത്ത് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടേബിൾ വരും. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു URL നമുക്കൊരു URL എടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതിന് വേണമെങ്കിൽ ഒരു CSVക്കകത്ത് ആക്കാം. DF(2) കൊടുത്തു കഴിഞ്ഞാൽ 2 CSV. ഓക്കെ, ഇതിനകത്ത് ഞാൻ 2 CSV ആക്കാം. 2 CSVക്കകത്ത് എന്താ ഒരു നെയിം എന്തെങ്കിലും കൊടുക്കാം. SRK.CSV. ഓക്കെ, ഞാൻ ഇത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ CSV ഫയല് വീണിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ HTML റീഡ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ടേബിൾ എടുത്ത് ഒരു ഡേറ്റ ഫ്രെയിമിനകത്തോട്ട് ആക്കി കഴിഞ്ഞാൽ ആ ഡേറ്റ ഫ്രെയിമിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫയലിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരുടെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് CSVയിലോ അല്ലെങ്കിൽ JSON ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഒരു മെത്തേഡാണ്. ഇനി അടുത്തത് നമുക്ക് അറിയേണ്ട ഒരു മെത്തേഡ് ഉണ്ട്, പിക്കിൾ ഫയൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ എന്താണ് നമുക്ക് പിക്കിൾ ഫയൽ എന്ന് പറയുന്നത്? ഓക്കെ, in Python, pickle is a module used for serializing and deserializing Python objects. Okay, Python objects-നെ സീരിയലൈസും ഡീസീരിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പിക്കിൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫയലിനെ നമ്മൾ ബൈനറി സ്ട്രീം ഫയലിലോട്ട് ആക്കി തരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ DF ഡോട്ട് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനെ DF ഡോട്ട് to pickle. Okay, data frame. Okay, data frame സെക്കൻഡ് ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പിക്കിളിലേക്ക് ആക്കുന്നു. ഓക്കെ, പിക്കിൾ അണ്ടർസ്കോർ ഫയൽ. ഞാനിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പിക്കിൾ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിക്കിൾ ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ബൈനറി ഫയൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ നമുക്ക് is equal to cd.read pickle. Okay, read underscore pickle. ഇതിനകത്ത് pickle underscore file കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഞാനിവിടെ കമന്റ് ചെയ്യാം. ഓക്കെ,
അപ്പം നമ്മൾ സി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എടാ റീഡ് ചെയ്ത് ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്കിൾ ഫയൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു പൈത്തൺ ഒബ്ജക്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഇരിക്കുന്ന ഡേറ്റ ഫ്രെയിമിനെ എന്ത് ചെയ്യും, നമ്മൾ ഇതിനെ ഫയലിനെ പിടിച്ച് ഒരു ബൈനറി ഫയലാക്കും. എന്നിട്ട് ഈ ബൈനറി ഫയൽ റീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പിക്കിൾ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പിക്കിൾ എന്ന് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ വേരിയസ് മെത്തേഡ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഡേറ്റ ഫ്രെയിം ആക്കണമെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഡേറ്റ എന്ന് പറയുന്നത് ചിലപ്പോൾ CSV ആവാം, എക്സൽ ആവാം. നമുക്കിപ്പോൾ നോക്കിയത് ജേസൺ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് ഡേറ്റ ഫ്രെയിം ഉണ്ടാക്കാം. പിന്നെ നമ്മൾ HTML വെച്ചിട്ട്, അതായത് URL-നകത്ത് നമുക്ക് ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിനെ എടുത്ത് നമുക്ക് ഡേറ്റ ഫ്രെയിം ആക്കി നമുക്ക് അതിനെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ പല രീതിയിലും നമുക്ക് ഈ ഒരു പാണ്ടാസ് എന്ന് പറഞ്ഞ ലൈബ്രറിയിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനകത്ത് ഇടുക. നമ്മൾ ഇനി അടുത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് matplotlib ആണ്. matplotlib എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഓക്കെ.